ആശാനെ നിങ്ങൾ പറഞ്ഞ പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച്? അതെ അതെ, പുതിയ തരം ഓൺലൈൻ തട്ടിപ്പ് വന്നിട്ടുണ്ട്. ഒന്നാം തരം തട്ടിപ്പാണ്. ഇപ്പൊ എന്താന്നല്ലേ, അപ്പൊ നമ്മള് ഒരുപാട് ആളുകൾ ഫ്ലിപ്കാർട്ടില്, അതേപോലെ തന്നെ ആമസോണ്, അങ്ങനെ മൈന്ത്ര, അങ്ങനെ കുറെ ഓൺലൈൻ ഷോപ്പുകൾ വഴി നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പൊ പുതിയ തട്ടിപ്പിരിക്കുന്നത് ഈ ഓർഡറിങ്ങിലാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരു പാഴ്സല് അല്ലെങ്കിൽ ഒരു സാധനം വരികയാണ്, എന്നിട്ട് പറയാണ് പോലീസ് കൺട്രോളിൽ നിന്നോ അല്ലെങ്കിൽ CBI എന്നോ ക്രൈംബ്രാഞ്ചിൽ നിന്നൊക്കെ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഓർഡർ ചെയ്ത ആ സാധനത്തിൽ എന്ത് ചെയ്യുന്നു, മയക്കുമരുന്നാണ്, ഹാഷിഷ് ആണ്, MDMA ആണ്, അങ്ങനെ കഞ്ചാവുകളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയും എന്നിട്ട് വാട്സാപ്പിൽ കൂടെ നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ പാക്കറ്റ്, നിങ്ങളുടെ അഡ്രസ്, ഇത് കാര്യങ്ങളെല്ലാം അവർ സ്റ്റോർ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അതിന്റെ ഫോട്ടോ അയച്ചു തരികയും അവരുടെ DP ഒക്കെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ ഇപ്പൊ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിലാണ് ഇവരുടെ തട്ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവർ പറയും, നിങ്ങളെ ഈ ഒരു ഇതില് നിങ്ങളുടെ ഈ സ്വത്തുവകളൊക്കെ ഞങ്ങള് ഒന്ന് കണക്കൊക്കെ എടുക്കാൻ പോവുകയാണ്, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറയും. നമ്മൾ എന്ത് ചെയ്യും, ഈ DP ഒക്കെ കണ്ട് പോലീസുകാരുടെ കുപ്പായമൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് അയച്ചു കൊടുക്കാൻ വിസമ്മതിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്നറിയോ, ഈ പോലീസിന്റെ കുപ്പായമൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ വീഡിയോ കോൾ ചെയ്യും. നിങ്ങളെ എന്ത് വെർച്വൽ കോർട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വെർച്വൽ കോർട്ടിൽ കൊണ്ടുപോയി നമ്മൾ നോക്കുമ്പോൾ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇവരെ തട്ടിപ്പ്. എന്നിട്ട് നമ്മുടെ ഡേറ്റാസ് എല്ലാം അവർ മേടിക്കാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ എത്ര പൈസ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയും, ഇത് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തേക്കാണ്, വെർച്വൽ കോർട്ട് കസ്റ്റഡിയിൽ എടുത്തേക്കാണ്, നിങ്ങളുടെ ഡേറ്റാസ് എല്ലാം പറഞ്ഞു കൊടുത്ത് ഇവർ നമ്മുടെ പൈസകളൊക്കെ തട്ടിപ്പിനിരയാക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ഒന്നാന്തരം തട്ടിപ്പാണ്. കേരള പോലീസിന്റെ ഔദ്യോഗിക പേജിൽ ഇതിനൊക്കെ കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യങ്ങൾ അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. നമ്മളൊക്കെ ഓർഡർ ചെയ്യുന്ന ആളുകളാണ്, ഫ്ലിപ്കാർട്ടായാലും ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു തട്ടിപ്പിന് ഇരയാവരുത്. നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു വിടാം. അല്ല എങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവും. അപ്പം നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളുടെ ഒരുപാട് ഓർഡർ ചെയ്യുന്ന ചങ്കുകൾ ചങ്കത്തികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അപ്പം അതുവരെ ബൈ.